നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ വലിയ നാലുകെട്ടിന്റെ പൂമുഖത്ത് ഈട്ടിത്തടിയിൽ തീർത്ത ആ പഴയ ചാരകസേരയിൽ എക്കാലത്തെയും പോലെ അയാൾ തനിച്ചിരിപ്പുണ്ടായിരുന്നു. മാധവൻ മാഷ്. ഗ്രാമത്തിലെ LP സ്കൂളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ കണക്ക് പഠിപ്പിച്ച് പിരിഞ്ഞതാണ് അദ്ദേഹം. മുറ്റത്തെ വലിയ മാവിൻ കൊമ്പിലിരുന്ന് ഒരു കാക്ക തുടർച്ചയായിട്ട് കരഞ്ഞ് പറന്നാക്കുന്നു. ആ വലിയ വീട്ടിലെ ഇരുട്ടിനും നിശബ്ദതയ്ക്കും ഒരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. ചുവരിൽ തൂക്കിയ വലിയ പെൻഡുലം ക്ലോക്കിലെ സൂചികൾ അനങ്ങുന്ന ശബ്ദം ആ ഹാളിലാകെ മുഴങ്ങിക്കേട്ടു. മാഷ് പതുക്കെ എഴുന്നേറ്റ് വിറക്കുന്ന കൈകളാൽ ചുമരിലെ സ്വിച്ചിട്ടു. മങ്ങിയ ഒരു മഞ്ഞ വെളിച്ചം ആ വിശാലമായ പൂമുഖത്തേക്ക് വീണു. ചുമരിൽ ചില്ലിട്ട ഒരു വലിയ ഫോട്ടോയുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചുപോയ തൻ്റെ ഭാര്യ സുമതിയുടെ ചിരിക്കുന്ന മുഖം. അതിനടുത്തായിട്ട് മക്കളുടെ പഴയ കുറെ ഫോട്ടോകൾ. മൂത്തവൻ ദുബായിലെ വലിയ ബിസിനസ്സുകാരനാണ്. ഇളയവള് ബാംഗ്ലൂരിൽ IT കമ്പനി. അവരുടെ ലോകത്ത് അവർ തിരക്കിലാണ്. മാഷ് തന്റെ ചുളിവ് വീണ കൈകൾ കൊണ്ട് ആ ഫോട്ടോകളിലെ പൊടി പതുക്കെ തുടച്ചു. കണ്ണുകളുടെ കോണിൽ എവിടെയോ ഒരു നനവ് പൊടിയുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഫോണിൽ ഒരു വിളി വന്നാൽ ഞങ്ങൾ തിരക്കിലാണ് അച്ഛാ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന മക്കൾ. അവരുടെ പഴയ ഓർമ്മകളിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഈ വലിയ വീട്ടിൽ അയാൾ ഒരു കാവൽക്കാരനെ പോലെ അവശേഷിച്ചു. അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് ലേശം തേയിലയും പഞ്ചസാരയും ഇട്ട് തിളക്കുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നി. ആർക്കും വേണ്ടാത്ത, ആരോടും സംസാരിക്കാതെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെയൊരു ജീവിതം. പുറത്ത് മഴ ചാറിത്തുടങ്ങിയിരിക്കുന്നു. തണുത്ത കാറ്റ് ജനൽപ്പാളികളിലൂടെ അകത്തേക്ക് അടിച്ചു കയറി. അയാൾ ആ കട്ടൻ ചായയുമായിട്ട് വരാന്തയിലെ തിണ്ണയിൽ വന്നിരുന്ന് മുറ്റത്തെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. അങ്ങനെ എത്രയോ രാത്രികൾ ആ മിഴികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ മുറ്റത്ത് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് മാഷ് ഉണർന്നത്. വർഷങ്ങളായിട്ട് അടഞ്ഞുകിടക്കുന്ന ആ വീടിന്റെ ഔട്ട് ഹൗസിന് മുന്നിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ വന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പഴയ പാത്രങ്ങളും ഒരു തകരപ്പെട്ടിയിലാക്കിയിട്ടുള്ള തുണികളുമായിട്ട് ഒരു സ്ത്രീയും ഒരു 10 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയും ഇറങ്ങി. വില്ലേജ് ഓഫീസിൽ പുതിയതായി ജോലിക്കെത്തിയതാണ് ലക്ഷ്മി. ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചതിനു ശേഷം കിട്ടിയ ആശ്രിത നിയമനമാണ്. നാട്ടിലെ ബ്രോക്കർ വഴിയാണ് ആ വലിയ പറമ്പിലെ ചെറിയ ഔട്ട് ഹൗസ് വാടകയ്ക്കെടുത്തത്. മാഷ് പൂമുഖത്തെ തൂണിൽ ചാരി അവരെ നോക്കി നിന്നു. ലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. ജീവിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോരാടുന്ന ഒരുവളുടെ നിസ്സഹായത ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. കൂടെയുള്ള കുട്ടി അപ്പു വളരെ പരിഭ്രമത്തോടെ ആ വലിയ വീടിനെയും മാഷിനെയും നോക്കി. അവർ സാധനങ്ങൾ പതുക്കെ ആ ചെറിയ മുറിയിലേക്ക് മാറ്റാൻ തുടങ്ങി. മാഷ് ഒന്നും മിണ്ടിയില്ല. അയാൾ അകത്തു പോയിട്ട് വാതിലടച്ചു. എങ്കിലും ജനലഴിയിലൂടെ അയാൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം മുറ്റത്തെ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ലക്ഷ്മി പതുക്കെ മാഷിന്റെ അടുത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രമുണ്ടായിരുന്നു. വളരെ സങ്കോചത്തോടെ അവർ ആ പാത്രം മാഷിന് നേരെ നീട്ടി. വാടകക്കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം തിളപ്പിച്ച പാലിൽ അല്പം സേമിയിട്ട് ഉണ്ടാക്കിയ പായസമാണെന്ന് അവർ പതുക്കെ പറഞ്ഞു. പുതിയ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. മാഷ് വിറക്കുന്ന കൈകളോടെ ആ പാത്രം വാങ്ങി. വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം വീട്ടിൽ വെച്ച് മറ്റൊരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭക്ഷണം അയാൾ കഴിക്കുന്നത്. ആ പായസത്തിന് അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ സ്നേഹത്തിന്റെ രുചിയുണ്ടായിരുന്നു. മാഷിന്റെ തൊണ്ടയിൽ എന്തോ ഒന്ന് കുരുങ്ങുന്നത് പോലെ തോന്നി. അയാൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. പക്ഷേ അയാളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ വലിയ വീട്ടിലെ മരവിച്ച നിശബ്ദത പതുക്കെ മാറാൻ തുടങ്ങി. രാവിലെ ലക്ഷ്മി മുറ്റം മടിച്ചു വരുമ്പോൾ കേൾക്കുന്ന ചൂലിന്റെ ശബ്ദം മാഷിന് ഒരു സംഗീതം പോലെ തോന്നിത്തുടങ്ങി. അപ്പുവിനെ ആദ്യം മാഷിനെ വലിയ പേടിയായിരുന്നു. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം സ്കൂള് വിട്ടുവന്ന് ഔട്ട് ഹൗസിന്റെ തിണ്ണയിലിരുന്ന് കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അപ്പുവിനെ മാഷ് കണ്ടു. കുട്ടി വിരലുകൾ എണ്ണി ബുദ്ധിമുട്ടുകയായിരുന്നു. മാഷ് പതുക്കെ നടന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു. ചുളിവ് വീണ കൈകൾ കൊണ്ട് ആ നോട്ട് ബുക്ക് വാങ്ങി. വളരെ ലളിതമായ ആ കണക്ക് അവനെ പറഞ്ഞു കൊടുത്തു. അപ്പുവിന്റെ മുഖത്ത് വലിയൊരു വിസ്മയം വിടർന്നു. അവനത് വളരെ വേഗം മനസ്സിലായി. അടുത്ത ദിവസം മുതൽ അപ്പു തന്റെ പുസ്തകങ്ങളുമായിട്ട് നേരെ മാഷിന്റെ പൂമുഖത്തേക്കാണ് വന്നത്. മാഷ് അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ അധ്യാപിക ജീവിതം തിരികെ കിട്ടിയതിന്റെ വലിയൊരു സന്തോഷം ആ വൃദ്ധന്റെ മുഖത്ത് പ്രകടമായിരുന്നു. മാഷ് തന്റെ അലമാരയിൽ കിടന്ന പഴയ ഷർട്ടുകൾ തേച്ചെടുക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ലക്ഷ്മി അവർക്ക് 2 പേർക്കും കുടിക്കാനുള്ള ചായയുമായിട്ട് വരും. മാഷ് അപ്പുവിനോട് പഴയ കഥകൾ പറയും. മുറ്റത്തെ മാവിലെ മാങ്ങ പറിച്ച് അവന് കൊടുക്കും. രാത്രികളിൽ അപ്പു ഔട്ട് ഹൗസിലേക്ക് പോകുമ്പോൾ മാഷിന്റെ വീടിന്റെ ലൈറ്റുകൾ അണയുന്നതുവരെ അവൻ തിരിഞ്ഞു നോക്കും. ലക്ഷ്മിക്ക് മാഷ് ഒരു അച്ഛനെ പോലെയായി. സ്വന്തം വീട് പോലെ അവർ ആ വലിയ തറവാട് വൃത്തിയാക്കി വെച്ചു.
മാഷിന്റെ അലക്കാൻ കൂട്ടിയിട്ട തുണികൾ അവർ കഴുകി ഇസ്തിരിയിട്ട് വെച്ചു. ഞായറാഴ്ചകളിൽ മാഷിന് ഇഷ്ടമുള്ള മീൻകറി വെച്ച് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എക്കാലത്തും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മാഷിന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു വസന്തം വന്നതുപോലെയായിരുന്നു അത്. ആ വലിയ വീട് വീണ്ടും ജീവൻ വെക്കാൻ തുടങ്ങി. ചുമരിലെ ഫോട്ടോയിലെ സുമതിയുടെ മുഖത്ത് പോലും ഇപ്പോൾ ഒരു ചിരി കൂടുതലുള്ളതായിട്ട് മാഷിന് തോന്നി. ഒരു കുടുംബം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ആ വീടിന്റെ ചുമരുകൾ വീണ്ടും പഠിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാഷിന് കടുത്ത പനി പിടിച്ചു. പ്രായത്തിന്റെ അവശതകൾ ആ ശരീരത്തെ പെട്ടെന്ന് തളർത്തി. 2 ദിവസമായിട്ടും മാഷ് പുറത്തിറങ്ങാത്തത് കണ്ട് ലക്ഷ്മി ചെന്ന് നോക്കുമ്പോൾ കിടക്കയിൽ വിറച്ചു കിടക്കുന്ന മാഷിനെയാണ് കണ്ടത്. അവർ പരിഭ്രാന്തിയോടെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. മരുന്നുകൾ വാങ്ങി നൽകി. രാത്രി മുഴുവൻ ആ കിടക്കരികിൽ ഒരു കസേര വലിച്ചിട്ട് ലക്ഷ്മി ഇരുന്നു. ചൂടുവെള്ളത്തിൽ തുണിമുക്കി ആ നെറ്റിയിലെ ചൂട് മാറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് കാലത്ത് അല്പം ബോധം വന്നപ്പോൾ മാഷ് മകനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. പലതവണ വിളിച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തത്. ദുബായിൽ മീറ്റിംഗിലാണെന്നും നാട്ടിലെ ഏർപ്പാടാക്കിയ ഡ്രൈവറെ വിളിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്നും പണം അക്കൗണ്ടിൽ ഇടാമെന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. മാഷിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ആ തലയണയിലേക്ക് വീണു. അത് കണ്ട ലക്ഷ്മി ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി ചൂടുള്ള കഞ്ഞിയുമായിട്ട് വന്നു. സ്വന്തം അച്ഛനെ പോലെ അവർ ആ കഞ്ഞി പതുക്കെ കോരിക്കൊടുത്തു. രക്തബന്ധങ്ങളെക്കാൾ വലിയൊരു കരുതൽ ആ കൈകളിലുണ്ടായിരുന്നു. മാഷിനത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കൾക്ക് താനൊരു ബാധ്യതയാണ്, വെറുമൊരു സാമ്പത്തിക ബാധ്യത മാത്രം. ഒരാഴ്ചത്തെ ലക്ഷ്മിയുടെ പരിചരണം കൊണ്ട് മാഷ് പഴയതുപോലെ നടക്കാൻ തുടങ്ങി. ആ അസുഖം അവർക്കിടയിലുള്ള ആത്മബന്ധം ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ചു. അപ്പോനിപ്പോൾ മാഷ് മുത്തച്ഛൻ തന്നെയാണ്. അവർ ഒന്നിച്ചിരുന്ന് TV കാണും. മുറ്റത്തെ ചെടികൾ നനക്കാനും തുടങ്ങി. ആ വലിയ വീടിന്റെ മുറ്റത്ത് വീണ്ടും പൂക്കൾ വിളർന്നു തുടങ്ങിയിരുന്നു. ഓണക്കാലം അടുത്തു വരുന്ന സമയമായിരുന്നു അത്. അന്നൊരു ഞായറാഴ്ചയാണ്. അപ്പവും മാഷും കൂടി പൂമുഖത്ത് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മി അടുക്കളയിൽ ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് ആ വലിയ ഇരുമ്പ് ഗേറ്റ് വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. വലിയൊരു ഇന്നോവ കാറ് മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നു. കാറ് നിന്ന ഉടനെ അതിൽ നിന്ന് മാഷിന്റെ മകൻ രമേശനും പിന്നാലെ മകൾ സുനിതയും പുറത്തിറങ്ങി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള അവരുടെ വരവ് മാഷിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. വർഷങ്ങളായിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ്. അവരുടെ മുഖത്ത് എന്തോ വലിയ ദേഷ്യം കിണന്ന് തിളക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ലക്ഷ്മി കണ്ട ഉടനെ രമേശിന്റെ മുഖം വല്ലാതെ ചുണിഞ്ഞു. അവൻ തന്റെ വില കൂടിയ ഷൂസുകളോടെ ആ പൂമുഖത്തേക്ക് കയറി. അവൻ നേരെ മാഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. കുശലാന്വേഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ അച്ഛ ഇവിടെ നടക്കുന്നത് എന്നവൻ വലിയ ശബ്ദത്തിൽ ചോദിച്ചു. മാഷ് ഒന്നും മനസ്സിലാവാതെ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സുനിത മുന്നോട്ട് വന്ന് ലക്ഷ്മിയെ അടിമുടി ഒരുതരം പുച്ഛത്തോടെ നോക്കി. നാട്ടുകാർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. സ്വന്തം അച്ഛൻ ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു പണി ചെയ്യുമെന്ന്. ആരാ ഈ വന്നവളെന്ന് സുനിതയുടെ വാക്കുകൾ ആ പൂമുഖത്ത് ഒരു ചാട്ടുളി പോലെ തറച്ചു. മാഷിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നല് കടന്നുപോയതുപോലെ തോന്നി. അയാൾക്ക് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി ഇത് കേട്ട് തറഞ്ഞുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന തവി നിലത്തേക്ക് വീണു. ആ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി. രമേശൻ കൂടുതൽ ദേഷ്യത്തോടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. എടി, നിന്നെപ്പോലുള്ളവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വാടകയ്ക്ക് താമസിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന കിഴന്മാരെ വളച്ച് അവരുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ ഇറങ്ങിയേക്കാണല്ലേ. എന്റെ അച്ഛന്റെ ഓർമ്മക്കുറവും പ്രായവും മുതലെടുത്ത് ഈ തറവാടിന്റെ പകുതി എഴുതി വാങ്ങാമെന്ന് നീ സ്വപ്നം കാണേണ്ട. അത് നടക്കാൻ പോകുന്നില്ല. രമേശിന്റെ ഓരോ വാക്കും ലക്ഷ്മിയുടെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു. അപ്പു പേടിച്ച് ലക്ഷ്മിയുടെ സാരി തുമ്പിൽ മുറുകെ പിടിച്ചു. അവൻ കരയുന്നുണ്ടായിരുന്നു. മാഷി വിറക്കുന്ന കൈകൾ ഉയർത്തി അവരെ തടയാൻ ശ്രമിച്ചു. നിർത്തട എന്ന് അയാൾ വളരെ ബുദ്ധിമുട്ടി തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. സുനിത കൂടുതൽ വിഷം ചീറ്റിക്കൊണ്ടിരുന്നു. അമ്മ മരിച്ചപ്പോൾ തുടങ്ങിയതാണ് ഇയാൾക്ക് ഈ സ്വഭാവം. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ മാനം കളയാൻ. ഇവിടുത്തെ വിലപിടിപ്പുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇവൾ ഇതിനോടകം അടിച്ചു മാറ്റിയെന്ന് ആർക്കറിയാം. ലക്ഷ്മിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. അവർ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് ഒരു മോശം സ്ത്രീയെപ്പോലെ തന്നെ അവർ ചിത്രീകരിക്കുന്നത് കേട്ട് ആ അമ്മയുടെ ഹൃദയം പൊട്ടുന്നുണ്ടായിരുന്നു. അവർ അപ്പുവിന്റെ കയ്യും പിടിച്ച് തല താഴ്ത്തി മുറ്റത്തുകൂടി ഔട്ട് ഹൗസിലേക്ക് നടന്നു. മാഷ് അവിടെ തളർന്ന് ആ കസേരയിലേക്ക് വീണു. അയാളുടെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. മക്കൾ ഉള്ളിലേക്ക് പോയി. അവരുടെ സാധനങ്ങൾ വെച്ചു. ആ വലിയ വീട് വീണ്ടും ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. രാത്രിയായി. പുറത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റ് വലിയ മരങ്ങളെ പിടിച്ചു കുലുക്കി. ഔട്ട് ഹൗസിലെ ചെറിയ ജനാലയിലൂടെ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം മാത്രം പുറത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മി തന്റെ തകരപ്പെട്ടി തുറന്ന് അവരുടെ പഴയ തുണികൾ ഓരോന്നായിട്ട് അതിലേക്ക് മടക്കി വെക്കുകയാണ്. ആ കണ്ണീർ വീണ് തുണികൾ നനയുന്നുണ്ടായിരുന്നു.
അപ്പു ഒരു മൂലയിൽ പേടിച്ച് ചുരുണ്ടുകൂടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇനിയും ഇവിടെ നിന്നാൽ അത് തന്റെയും തന്റെ കുഞ്ഞിന്റെയും ജീവന്റെ അവസാനത്തെ അഭിമാനവും ഇല്ലാതാക്കുമെന്ന് അവൾക്കറിയാം. ഈ സമൂഹം എപ്പോഴും ഒരു വിധവയെ ഇങ്ങനെ മാത്രമേ കാണുകയുള്ളൂ എന്ന് അവൾ സ്വയം പഴിച്ചു. നേരം പുലരുന്നതിന് മുമ്പ് ആരും കാണാതെ ഈ പടിയിറങ്ങണം. സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് അപമാനിതനായിട്ടുള്ള ആ വലിയ മനുഷ്യന്റെ നിസ്സഹായതയോർത്ത് അവൾക്ക് വലിയ സങ്കടം തോന്നി. എല്ലാം കെട്ടിപ്പറുക്കി വെച്ച് അവൾ അപ്പുവിനെ തട്ടി ഉണർത്തി. ഒരു പഴയ കുടയുമെടുത്ത് ആ പെട്ടിയും വലിച്ച് അവൾ പുറത്തേക്കിറങ്ങി. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിരുന്നു. പ്രധാന വീടിന്റെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മാഷിനെ ഒന്ന് കാണണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ധൈര്യം അവൾക്കില്ലായിരുന്നു. ആ സ്നേഹത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലായിരുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൾ ആ വലിയ ഇരുമ്പ് ഗേറ്റിന് നേരെ നടന്നു. ഗേറ്റിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. കയ്യിൽ ഒരു വലിയ ടോർച്ചും പിടിച്ച് തണുപ്പത്ത് ഒരു ഷാള് പൊതിച്ച് നിൽക്കുന്ന മാഷ്. ലക്ഷ്മി പെട്ടെന്ന് നിന്നുപോയി. മാഷ് അവരുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. പക്ഷേ ആ മുഖത്ത് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അയാൾ അനുഭവിച്ച പേടിയും നിസ്സഹായതയും അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ആ തകരപ്പെട്ടി വാങ്ങി. എന്നിട്ട് അവരോട് തന്റെ പിന്നാലെ വരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. അവർ ഭയത്തോടെ അപ്പൂനെയും പിടിച്ച് മാഷിന് പിന്നാലെ നടന്നു. മാഷ് നേരെ നടന്നത് ആ വലിയ നാലുകെട്ടിന്റെ പൂമുഖത്തേക്കാണ്. അയാൾ വരാന്തയിലെ ലൈറ്റുകൾ മുഴുവൻ ഇട്ടു. അകത്തുപോയി ഹാളിന്റെയും മുറികളുടെയും ലൈറ്റുകൾ ഓൺ ചെയ്തു. ആ വീട് മുഴുവൻ പകൽ പോലെ പ്രകാശിച്ചു. മാഷി നേരെ പോയി തന്റെ മക്കളെ കിടക്കുന്ന മുറിയുടെ വാതിലിൽ വലിയ ശബ്ദത്തിൽ മുട്ടി. ഉറക്കച്ചവടോടെ ദേഷ്യപ്പെട്ടുകൊണ്ട് രമേശനും സുനിതയും പുറത്തേക്ക് വന്നു. ഹാളിന്റെ നടുവിൽ കയ്യിൽ തകരപ്പെട്ടിയുമായിട്ട് നിൽക്കുന്ന ലക്ഷ്മിയെയും അപ്പൂനെയും കണ്ട് അവർ വീണ്ടും ചൂടാകാൻ തുടങ്ങി. അച്ഛ, ഈ പാതിരാത്രിക്ക് ഇതെന്താ കൂത്തെന്ന് രമേശൻ അലറി. മാഷ് വളരെ സാവധാനം അവരുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ വിറയൽ പൂർണ്ണമായിട്ടും മാറിയിരുന്നു. ശബ്ദത്തിൽ വല്ലാത്തൊരു കരുത്തുണ്ടായിരുന്നു. എടാ, ഈ വീട്, ഈ നിൽക്കുന്ന മണ്ണ്, ഇത് ഞാൻ എൻ്റെ ചോര നീരാക്കി വാങ്ങിയതാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഉരുകിത്തീർത്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് എൻ്റെ കാലൊന്ന് ഇടറിയപ്പോൾ, എനിക്കൊരു കൂട്ടുവേണ്ടി വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ രോഗം വന്ന് ഈ കിടക്കയിൽ മലർന്നടിച്ച് കിടന്നപ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ മീറ്റിംഗിലായിരുന്നു നീ. ഈ അച്ഛൻ ജീവനോടെ ഉണ്ടോ എന്ന് നിങ്ങൾ എന്തെങ്കിലും തിരക്കിയിട്ടുണ്ടോ? മാഷിന്റെ വാക്കുകൾ ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. മക്കൾ പരസ്പരം നോക്കി. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. ആ അച്ഛന്റെ ശബ്ദം അവർ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. മാഷ് തുടർന്നു. എൻ്റെ വാർദ്ധക്യത്തെ, എൻ്റെ ഒറ്റപ്പെടലിനെ നിങ്ങൾ കണ്ടത് വെറും ഒരു ഭാരമായിട്ടാണ്. മാസത്തിൽ ഒരിക്കലിടുന്ന കുറച്ച് പൈസയാണ് നിങ്ങളുടെ സ്നേഹം. പക്ഷെ എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഇവർ എനിക്ക് തന്നത് ഒരു മനുഷ്യന് വേണ്ട ജീവനാണ്. എൻ്റെ സുമതി മരിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊന്ന് വയറു നിറച്ച് കഴിച്ചത് ഇവൾ ഉണ്ടാക്കി തന്ന ചോറാണ്. ഈ കുട്ടി, ഇവനാണ് എൻ്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവന്നത്. ഞാൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയത് ഇവൻ ഈ മുറ്റത്ത് കളിക്കുന്നത് കണ്ടിട്ടാണ്. എൻ്റെ സ്വത്തിനു വേണ്ടിയല്ല ഇവർ വന്നത്. എനിക്കിത്തിരി സ്നേഹം തരാനാണ്. നിങ്ങളുടെ അഴുക്ക് പിടിച്ച മനസ്സുകൊണ്ട് നിങ്ങൾ ഇവളെ അളക്കേണ്ട. നിങ്ങൾക്കറിയണോ ഇവൾ എൻ്റെ ആരാണെന്ന്? സുനിത എന്തോ പറയാൻ വായ തുറന്നപ്പോൾ മാഷ് കൈയുയർത്തി അവളെ തടഞ്ഞു. ഇവളെൻ്റെ മകളാണ്, എൻ്റെ സ്വന്തം മകൾ. ഈ കുട്ടി എൻ്റെ കൊച്ചുമകനാണ്. നിങ്ങൾ ജനിച്ചത് കൊണ്ട് മാത്രം മക്കളായവരാണ്. പക്ഷേ ഇവൾ സ്നേഹം കൊണ്ട് എൻ്റെ മകളായവളാണ്. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. നിങ്ങളുടെ കാറുമെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങണം. ഈ നിമിഷം ഇനി ഈ തറവാടിന്റെ പടി നിങ്ങൾ ചവിട്ടരുത്. എൻ്റെ സ്വത്തിന്റെ ഒരംശം പോലും ഇനി നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. മാഷിന്റെ ശബ്ദം വിറച്ചിരുന്നില്ല. അതൊരു അച്ഛന്റെ അപേക്ഷയായിരുന്നില്ല. ആ വീടിന്റെ നാഥന്റെ ശാസനയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അയാൾ സ്വയം ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. രമേശനും സുനിതയും ആകെ വിളറി വെളുത്തു. അവർക്ക് തങ്ങളുടെ അച്ഛനെ വിശ്വാസം വരുന്നില്ലായിരുന്നു. എക്കാലത്തും തങ്ങളെ ഭയന്ന് തങ്ങൾ പറയുന്നത് കേട്ട് തലയാട്ടിയിരുന്ന മനുഷ്യൻ. അവർ ദേഷ്യത്തോടെയും നാണക്കേടോടെയും തങ്ങളുടെ പെട്ടികളുമെടുത്ത് കാറിലേക്ക് കയറി. കാർ വലിയ ശബ്ദത്തോടെ ആ ഗേറ്റ് കടന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. മാഷി തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി. അവർ വിതുമ്പി കരയുകയായിരുന്നു. അപ്പു മാഷിന്റെ അടുത്തേക്ക് ഓടി വന്ന് അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. മാഷ് കുനിഞ്ഞ് ആ കുട്ടിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അയാളുടെ കണ്ണുകളിൽ നിന്ന് അതുവരെ ഒതുക്കി വെച്ച കണ്ണുനീർ ആ കുട്ടിയുടെ മുടിയിലേക്ക് വീണു. എന്നിട്ട് അയാൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു. ഇനി നിങ്ങൾ ആ ഇരുട്ട് പിടിച്ച ഔട്ട് ഹൗസിലേക്ക് പോകണ്ട. ഈ വലിയ വീട്ടിൽ, എൻ്റെ സുമതിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്ടിൽ, എൻ്റെ സ്വന്തം മകളായി, ഈ കുട്ടിയുടെ മുത്തച്ഛനായി ഞാൻ മരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഈ വാതിൽ ഇനി നിങ്ങൾക്ക് മുന്നിൽ അടയില്ല. ഈ സമൂഹവും നാട്ടുകാരും എന്തു പറയുമെന്ന പേടി ഇനി എനിക്കില്ല. എനിക്കെൻ്റെ ജീവനാണ് വലുത്.
എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ കുടുംബം. മാഷ് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ആ തകരപ്പെട്ടി വാങ്ങി അകത്തെ വലിയ മുറിയിലേക്ക് നടന്നു. ലക്ഷ്മിയുടെ കണ്ണുകളിൽ സങ്കടത്തിന് പകരം വല്ലാത്തൊരു ആശ്വാസം നിറയുന്നുണ്ടായിരുന്നു. ലോകത്ത് തങ്ങൾ ഒറ്റക്കല്ല എന്ന വലിയൊരു തിരിച്ചറിവ്. പുറത്ത് മഴ തോർന്നിരുന്നു. ആ വലിയ വീടിന്റെ ജനാലകളിലൂടെ പ്രകാശം ആ മുറ്റത്തേക്ക് മുഴുവൻ പരന്നു കടന്നു. കാലം കാത്തുവെച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധം ആ രാത്രിയിൽ അവിടെ ജനിക്കുകയായിരുന്നു. രക്തബന്ധങ്ങളെക്കാൾ എത്രയോ മുകളിലായിരുന്നു സ്നേഹം കൊണ്ടുള്ള ആ ആത്മബന്ധത്തിന്റെ സ്ഥാനം. വാർദ്ധക്യം എന്നത് ഒറ്റപ്പെടാനുള്ളതല്ല, മറിച്ച് സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ളതാണെന്ന് ആ വീട് അന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. മുറ്റത്തെ മാവിൻ കൊമ്പിൽ നിന്ന് വീണ്ടും ഒരു തണുത്ത കാറ്റ് വീശി. ആ വീടിന്റെ വാതിലുകൾ ഇനി ഒരിക്കലും അടയാൻ പോകുന്നില്ലായിരുന്നു. സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം ആ നാലുകെട്ടിനുള്ളിൽ അവിടെ തുടങ്ങുകയായിരുന്നു. കാലം സാക്ഷിയായിട്ടുള്ള ഒരു പുതിയ കുടുംബം, മരണം വരെ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പുള്ള, സ്നേഹം മാത്രം ബാക്കിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ലോകം. ആ വലിയ വീട് ഇനി അനാഥമല്ല. അവിടെ ഇപ്പോൾ നിലവിളക്ക് തെളിയിക്കാൻ ഒരാളുണ്ട്, പൂമുഖത്ത് കളിക്കാൻ ഒരാളുണ്ട്, എല്ലാം നോക്കിക്കാണാൻ സമാധാനത്തോടെ ഒരു അച്ഛനും.